നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ മത്സരിക്കും. ബിജെപിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം.പി. ടി.എൻ. പ്രതാപൻ എം.പി. നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര 7ാം ദിവസ പര്യടനം ഗുരുവായൂരിൽ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ പതിവാകുമ്പോഴും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിർബാധം തുടരുന്നു. തൃശൂർ കുന്നംകുളം റൂട്ടിലാണ് മനുഷ്യജീവന് ഭീഷണി ഉയർത്തിയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിത്യസംഭവമാകുന്നത്. സിസിടിവി സ്പെഷ്യൽ സ്റ്റോറി. ചൂണ്ടൽ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായി നിഗമനം. മരിച്ചത് പുളിക്കൽ അങ്കണവാടിക്ക് സമീപം താമസിക്കുന്ന അരുവായി വീട്ടിൽ ശങ്കരന്റെ മകൻ മോഹനൻ. വാർത്തകൾ വിശദമായി. നാട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ മത്സരിക്കും. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പാലക്കാട്ടും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി.എം. തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും കെ ശൈലജ വടകരയിലും കെ രാധാകൃഷ്ണൻ ആലത്തൂരിലും മത്സരിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനാണ് സിപിഐഎം മത്സരിക്കുന്ന 15 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരുമായ എം.വി. ജയരാജൻ കണ്ണൂരും വി. ജോയ് ആറ്റിങ്ങലിലും എം.വി. ബാലകൃഷ്ണൻ കാസർകോടും മത്സരിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ചാലക്കുടിയിലും സിറ്റിംഗ് എം.പി. എ.എം. ആരിഫ് ആലപ്പുഴയിലും എം.എൽ.എ. കൂടിയായ നടൻ എം. മുകേഷ് കൊല്ലത്തും ജനവിധി തേടും. മുൻ എം.പി. ജോയ്സ് ജോർജ് ഇടുക്കിയിലും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ് മലപ്പുറത്തും കെ.എസ്.ടി.എ. സംസ്ഥാന നേതാവ് കെ.ജെ. ഷൈൻ എറണാകുളത്തും മുൻ മുസ്ലിം ലീഗ് നേതാവ് കെ.എസ്. ഹംസ പൊന്നാനിയിലും മത്സരിക്കും. ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് വാർത്താസമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബിജെപിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് സിപിഐഎം ശ്രമിക്കുന്നതെന്നും അതിനുള്ള ശ്രമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. എൽ.ഡി.എഫ് ധാരണ പ്രകാരം സംസ്ഥാനത്തെ 20 സീറ്റിൽ 15ഇടത്താണ് സിപിഐഎം മത്സരിക്കുന്നത്. 4ഇടത്ത് സിപിഐയും 1 സീറ്റിൽ കേരള കോൺഗ്രസ് മാണിയുമാണ് മത്സരിക്കുന്നത്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലത്തൂർ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പീക്കറായും മന്ത്രിയായും മികവ് കാട്ടിയ കെ രാധാകൃഷ്ണനെ തന്നെ സിപിഎം കളത്തിലിറക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കോഴിക്കോട് നിന്നെത്തി ആലത്തൂരിൽ കന്നിയംഗത്തിനിറങ്ങിയ യു.ഡി.എഫിന്റെ രമ്യ ഹരിദാസ് വിജയിച്ചത്. ഇത്തവണയും സിറ്റിംഗ് എം.പി. തന്നെയാണ് കളത്തിലിറങ്ങാൻ സാധ്യത. ബിജെപിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് അന്തിമ ധാരണയായിട്ടില്ല. എന്തായാലും ശക്തമായ പോരാട്ടം തന്നെയാണ് ഇക്കുറി ആലത്തൂരിൽ നടക്കുക. പൊളിറ്റിക്കൽ ഡെസ്ക്, സിസിടിവി. ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം.പി. പറഞ്ഞു. ടി.എൻ. പ്രതാപൻ എം.പി. നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര 7ാം ദിവസ പര്യടനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനും ഒരു ഹിന്ദുവാണ്. എന്റെ പൂജാമുറിയിലും രാമന്റെ ചിത്രമുണ്ട്. രാമരാജ്യം കൊണ്ടുവരുമെന്ന് പറയുന്നവർ നാഥുറാം ഗോഡ്സെയുടെ രാജ്യമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത് ജനം തിരിച്ചറിയണം. 2.5 വർഷത്തെ ആലോചനയ്ക്ക് ശേഷം തയ്യാറാക്കിയ ഭരണഘടനയിൽ എല്ലാ മതത്തെയും ബഹുമാനിക്കാനാണ് പറയുന്നത്. എന്നാൽ ഇന്ന് എല്ലാ മതത്തിനും തുല്യ അവകാശത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കും എന്ന് പറഞ്ഞവർ 1 കോടി തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. 10 വർഷത്തെ മോദി ഭരണം രാജ്യത്തിന്റെ സുരക്ഷ വരെ അപകടത്തിലാക്കി എന്നും തരൂർ ആരോപിച്ചു. ജാഥ ക്യാപ്റ്റൻ ടി.എൻ. പ്രതാപൻ എം.പിക്ക് അദ്ദേഹം പതാക കൈമാറി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറി അരവിന്ദൻ പല്ലത്ത്, മുൻ എം.എൽ.എ. ടി.വി. ചന്ദ്രമോഹൻ, നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, ഒ. അബ്ദുറഹ്മാൻ കുട്ടി, എം.വി. ഹൈദരാലി, കെ.ഡി. വീരമണി, ബീന രവിശങ്കർ, സി. ഗോപപ്രതാപൻ, സോയ ജോസഫ്, ഒ.കെ.ആർ. മണികണ്ഠൻ, കെ.വി. ഷാനവാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സി.എസ്. സൂരജ്, നിഖിൽജി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. സിപിഐഎം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കുന്നംകുളത്ത് എൽ.ഡി.എഫ് വിളംബര ജാഥ സംഘടിപ്പിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും എൽ.ഡി.എഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചായിരുന്നു പ്രകടനം. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
CPM കടവല്ലൂർ നോർത്ത് സൌത്ത് ലോക്കൽ കമ്മിറ്റി പ്രകടനം നടത്തി. ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യവുമായി പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K കൊച്ചനിയൻ, KB ജയൻ, MN മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. K രാധാകൃഷ്ണന് അഭിവാദ്യമർപ്പിച്ച് എരുമപ്പെട്ടിയിൽ CPM പ്രകടനം നടത്തി. കരിയന്നൂരിൽ നിന്ന് ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ച പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, കുഞ്ഞുമോൻ കരിയന്നൂർ, PT ജോസഫ്, അനിൽ, സിന്ധു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 17 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ ചൂണ്ടൽ സ്വദേശി ചൂണ്ടപുരയ്ക്കൽ വീട്ടിൽ മനോജിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലീഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യയിൽ 1 ലക്ഷം രൂപ പ്രതി ഇരയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ട്രാക്ടർ ഡ്രൈവറായ പ്രതി ഭാര്യയുമായി പിരിഞ്ഞു കഴിഞ്ഞു വരുന്നതിനിടെയാണ് 17 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. പീഡനശ്രമം ആദ്യം ആരോടും പറയാതിരുന്ന കുട്ടി പിന്നീട് സംഭവം അമ്മയോട് പറയുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന V. ഹേമലത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന TC അനുരാജ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പ്രതിയുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചതിനെ തുടർന്ന് 16 സാക്ഷികളെ വിസ്തരിക്കുകയും നിരവധി രേഖകളും മറ്റു തെളിവുകളും പരിശോധിച്ചാണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റ് അശ്വതി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് K. ചന്ദ്രൻ എന്നിവരും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രശോഭ് എന്നിവരും പ്രവർത്തിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. പഴഞ്ഞി അയിനൂരിൽ കിണറ്റിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഒറീസ സ്വദേശി 40 വയസ്സുള്ള ജട്ടുൽ ചൌഹാനെയാണ് കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. കാട്ടകാമ്പാൽ സ്വദേശി മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇയാൾ വീടിനോട് ചേർന്ന കിണർ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയതായിരുന്നു. കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ വന്നതോടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ദിലീപ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കൃഷ്ണദാസ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ സനൽ, സുരേഷ്, വിഷ്ണു, ശരത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയത്. MP രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. വിവിധ വാർഡുകളിലേക്കായി 22 ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ 12 എണ്ണത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. 44 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. കരിയന്നൂരിൽ നടന്ന ചടങ്ങിൽ MP രമ്യ ഹരിദാസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി പദ്ധതി തയ്യാറാക്കിയ മുൻ പഞ്ചായത്ത് മെമ്പർ NK കബീർ, പഞ്ചായത്ത് മെമ്പർ MC ഐജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ബ്ലോക്ക് മെമ്പർ MM സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, സതി മണികണ്ഠൻ, സുധീഷ് പറമ്പിൽ, റീന വർഗീസ്, എരുമപ്പെട്ടി മൾട്ടിപർപ്പസ് ബാങ്ക് പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വാർഡുകളിൽ മെമ്പർമാർ നേതൃത്വം നൽകി. എന്ത് കാര്യങ്ങൾ വരുമ്പോഴും തങ്ങളുടെ വാർഡിലെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അത് പൂർത്തീകരിച്ചെത്തുമ്പോൾ നിങ്ങളെക്കാൾ ഒരുപടി സന്തോഷത്തിലാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന സതിച്ചേച്ചി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ. CCTV ന്യൂസ് എരുമപ്പെട്ടി. കാട്ടകാമ്പാൽ പഞ്ചായത്തും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച അയിനൂർ EMS റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർ മിന്റു റെന്നി, സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ SCP ഫണ്ടിൽ നിന്ന് 5,73,000 രൂപയും ബ്ലോക്ക് വിഹിതമായി 2 ലക്ഷം രൂപയും വകയിരുത്തിയാണ് 175 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത്. ഇതോടെ 8 കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. ചൂണ്ടൽ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായി നിഗമനം. പുളിക്കൽ അങ്കനവാടിക്ക് സമീപം താമസിക്കുന്ന ആരുവായി വീട്ടിൽ ശങ്കരന്റെ മകൻ മോഹനന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ കണ്ടെത്തിയത്. സെക്യൂരിറ്റി ജീവനക്കാരനായ മോഹനൻ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നതാണെന്ന് പറയുന്നു. തുടർന്ന് വീടിനു പുറത്തേക്ക് കാണാത്തതിനെ തുടർന്നാണ്
സമീപവാസികൾ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലെ കിടപ്പുമുറിയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. അങ്കണവാടി അധ്യാപികയായിരുന്ന ഭാര്യ രാധ 3 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതിനെ തുടർന്ന് മോഹനൻ ഒറ്റയ്ക്കായിരുന്നു താമസം. ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കാരം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ആദൂരിൽ ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. എയ്യാൽ കിഴക്കൂട്ട് വീട്ടിൽ സുജിത്തിനാണ് പരിക്കേറ്റത്. കള്ളുഷാപ്പിന് സമീപത്ത് വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റ സുജിത്തിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആധുനിക രീതിയിൽ നവീകരിച്ച പെരുമ്പിലാവ് തണത്തറ പാലം റോഡ് ബുധനാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പെരുമ്പിലാവ് സെന്ററിൽ നടത്തുന്ന പരിപാടിയിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ റോഡിൽ 3.372 കിലോമീറ്ററാണ് 4.5 കോടി രൂപ ചെലവിട്ട് BMBC നിലവാരത്തിൽ നവീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് തുടങ്ങിയവർ സംസാരിക്കും. അപകടങ്ങൾ പതിവാകുമ്പോഴും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിർബാധം തുടരുന്നു. തൃശൂർ കുന്നംകുളം റൂട്ടിലാണ് മനുഷ്യജീവന് ഭീഷണി ഉയർത്തിയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിത്യസംഭവമാകുന്നത്. ജോസ് മാളിക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ പാതയാണ് തൃശൂർ കുന്നംകുളം റോഡ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലൂടെയാണ് ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ചീറിപ്പായൽ. ഏറ്റവും തിരക്കേറിയ പാതയാണെങ്കിലും റോഡിന്റെ പല ഭാഗങ്ങളും വീതി കുറഞ്ഞ അവസ്ഥയിലുമാണ്. ഈ സാഹചര്യമാണ് അടിക്കടിയുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പറയുമ്പോഴും അമിത വേഗത തന്നെയാണ് പ്രധാന വില്ലനായി മാറുന്നത് എന്നാണ് അനുഭവം. 2 ആഴ്ച മുൻപാണ് ചൂണ്ടൽ പാലത്തിലേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറിയുള്ള അപകടം നടന്നത്. ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇല്ലാതിരുന്നിട്ടും അമിത വേഗതയിലായിരുന്നതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് അപകടം സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴിയിൽ വ്യക്തമാകുന്നത്. ഏകദേശം 40-ലേറെ പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പലപ്പോഴും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള വരവ് കണ്ട് കാറും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ വഴിയോരത്ത് ഒതുക്കി കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് യാത്രികരുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത്. സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ചിലതെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നതാണ് സത്യം. സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചും മൊട്ടയായ ടയർ ഘടിപ്പിച്ചും പുകപരിശോധന സംവിധാനങ്ങൾ നടത്താതെയുമാണ് ചില ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന ആക്ഷേപം പല കോണിൽ നിന്നും ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം പരിശോധിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പരിശോധന എന്ന പ്രഹസനം നടത്തുന്ന വകുപ്പ് അധികൃതരും തെരുവിൽ പൊലിയുന്ന ജീവനുകൾക്ക് ഉത്തരവാദികളാണ്. ഒപ്പം റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നതിൽ അലംഭാവം കാണിക്കുന്ന പൊതുമരാമത്ത് വകുപ്പും ഈ പാതയിൽ നടക്കുന്ന അപകടങ്ങളിൽ കൂട്ടുപ്രതികളാണ്. വാഹനങ്ങളുടെ അമിത വേഗതയ്ക്കൊപ്പം തന്നെ ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും സ്ഥിരമായി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും കുറവല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുന്നംകുളം പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച ഡ്രൈവർമാരെ പിടികൂടിയിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും മൂലം ഇനിയും ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. CCTV ന്യൂസ്, കേച്ചേരി. അക്കിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ വാതിലിന്റെ പൂട്ട് തകർത്ത് കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 15,245 രൂപ നഷ്ടപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പുറത്തെ ഗ്രില്ലിന്റെ 2 പൂട്ടും അകത്ത വാതിലിന്റെ പൂട്ടും അലമാരയുടെ പൂട്ടും തകർത്തിരുന്നു. ശനിയാഴ്ച കളക്ഷനായി ലഭിച്ച തുകയാണ് മോഷണം പോയത്. ശനിയാഴ്ച രാത്രിയാണ് മോഷണം ഉണ്ടായതെന്ന് കരുതുന്നു. അധികൃതരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധിച്ചു. ഇതേ ദിവസം തന്നെ അക്കിക്കാവിൽ വിവിധ സ്ഥലങ്ങളിൽ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. അക്കിക്കാവ് ക്ഷേത്രത്തിലെ മുൻവാതിലിന്റെ പൂട്ടും സമീപത്തെ 2 കടകളുടെ പൂട്ടും പൊളിച്ച നിലയിലായിരുന്നു. ഇവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കേച്ചേരി സെന്ററിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും ട്രാഫിക് പരിഷ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന്റെ ഭാഗമായി കേച്ചേരിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ജനപ്രതിനിധികൾ, വ്യാപാര സംഘടനാ ഭാരവാഹികൾ, ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ, സ്ഥാപന ഉടമകൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് ചേർന്നത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ SI യു മഹേഷ് അധ്യക്ഷനായി. കേച്ചേരി സെന്റർ വികസന പരിധിയിൽ
അനധികൃത ഓട്ടോ പാർക്കിങ്ങും അനധികൃത വഴിയോര കച്ചവടവും അനുവദിക്കില്ലെന്ന് യോഗം തീരുമാനിച്ചു. കുന്നംകുളം ഭാഗത്തേക്കുള്ള റോഡ്, ആളൂർ റോഡ്, വടക്കാഞ്ചേരി റോഡ്, പന്നിത്തടം റോഡ് എന്നിവിടങ്ങളിൽ ബസ് സ്റ്റോപ്പ് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കും. അനധികൃത വാഹന പാർക്കിംഗ് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന ടെലിഫോൺ, ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനും പൊതുജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പേ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്നതിനും തീരുമാനിച്ചു. തിരക്കേറിയ കേച്ചേരി സെന്റർ, പന്നിത്തടം റോഡ്, പഞ്ചായത്ത് പരിസരം എന്നിവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും നിക്ഷേപിക്കുന്നതും തടയുന്നതിനു വേണ്ടി വടക്കാഞ്ചേരി റോഡ്, തലക്കോട്ടുകര റോഡ്, ചൂണ്ടൽ പാലം, കേച്ചേരി പാലം, പട്ടിക്കര കുരുത്തിച്ചാൽ പാലം, പെരുമണ്ണ് ചിറ, പെരുമണ്ണ് പാടം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ പൊതുജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ സ്ഥാപിക്കും. അവലോകന യോഗം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി KE ഉണ്ണി, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് I വേണുഗോപാൽ, വ്യാപാരി ഭാരവാഹികൾ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മാർച്ച് 15-ാം തീയതി മുതൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അറിയിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫലാണ് അറസ്റ്റിലായത്. 2023 ഡിസംബർ 27-നാണ് സംഭവം നടന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലിശ്ശേരി മൂക്കിലപ്പീടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പാഴിയോട്ടുമുറിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും ഖാദർ കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നുകളയുകയായിരുന്നു. ഖാദർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് സെഷൻസ് ഹൈക്കോടതികളിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കടവല്ലൂരിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് കവർന്നു. ചാലിശ്ശേരി സ്വദേശി ഷാനിന്റെ സ്കൂട്ടറിൽ നിന്നാണ് ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് കവർന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന ലാപ്ടോപ്പാണ് മോഷണം പോയത്. ബാഗിൽ 2 ചെക്കുകളും സൂക്ഷിച്ചിരുന്നു. വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനായി കടവല്ലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ സ്കൂട്ടർ പാർക്ക് ചെയ്തിരുന്നതിന് ശേഷം സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ എത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സബ് ഇൻസ്പെക്ടർ U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ഗുരുവായൂർ സബ് RT ഓഫീസിൽ ലേണേഴ്സ് ടെസ്റ്റ് സ്ഥിരമായി വൈകുന്നതായി പരാതി. ചൊവ്വാഴ്ച ടെസ്റ്റിനെത്തിയ 100ഓളം പേർക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. രാവിലെ 7 മുതലേ പരീക്ഷാർത്ഥികൾ RT ഓഫീസിൽ എത്തിയിരുന്നു. 11 മണിയോടെയാണ് ടെസ്റ്റ് ആരംഭിച്ചത്. ഉദ്യോഗസ്ഥൻ ഇല്ലാതിരുന്നതിനാലാണ് ടെസ്റ്റ് വൈകാൻ കാരണമായത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയതിനാൽ ടെസ്റ്റിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനും പോകേണ്ടി വന്നു. ഇദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷമാണ് ടെസ്റ്റ് തുടങ്ങിയത്. സേവനങ്ങൾ തടസ്സപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. KSEB കേച്ചേരി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ അരിയാട്ടിക്കൽ കോളനി, വെറ്റിനറി ഹോസ്പിറ്റൽ, പെരിയമ്മൻകാവ്, കല്ലെടുത്തുപടി, മുണ്ടത്തിക്കോട് സെന്റർ, AKG നഗർ, സ്റ്റാർ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, സ്റ്റാർ ഗേറ്റ്, മുണ്ടത്തിക്കോട് കോളനി, പാതിരക്കോട്ടുകാവ്, തങ്ങാലൂർ, മലബാർ ലാറ്റക്സ് എന്നീ ട്രാൻസ്ഫോമറുകൾക്ക് കീഴിലെ ഉപഭോക്താക്കളെ ബുധനാഴ്ച മുതൽ മെഡിക്കൽ കോളേജ് സെക്ഷനിലേക്ക് മാറ്റിയതായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾക്കും മറ്റ് സേവനങ്ങൾക്കും നാളെ മുതൽ മെഡിക്കൽ കോളേജ് സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് കേച്ചേരി ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പറുമായ MM സലീമിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി DCC പിൻവലിച്ചു. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. ഇത് സംബന്ധിച്ചുള്ള കത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഗുരുവായൂർ ഉത്സവവിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉത്സവബലി നാളെ നടക്കും. ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് ഉത്സവബലി. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ഉത്സവബലി ചടങ്ങ്.
രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലായിരിക്കും ഉത്സവബലി നടക്കുക. ഭഗവാന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണികുട്ടി വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ചടങ്ങ്. എല്ലാ ദേവഗണങ്ങൾക്കും പൂജയോടുകൂടി ഭഗവാനെ സാക്ഷി നിർത്തിയാണ് ബലി തൂവുന്നത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. രാവിലെ 11 മുതലാണ് ഉത്സവബലി ദർശനം. ക്ഷേത്ര മതിൽക്കകത്ത് എഴുന്നള്ളിച്ചു വെച്ച ഭഗവാനെ തൊഴുന്നതിന് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുക. ഈ സമയത്ത് ഭഗവാനെ ദർശിക്കുന്നതിന് 33 ദേവന്മാരും എത്തുമെന്നാണ് സങ്കല്പം. ഉത്സവബലി ദിവസം എല്ലാ ചരാചരങ്ങൾക്കും അന്നം നൽകി തൃപ്തിപ്പെടുത്താറുണ്ട്. ഈ പുണ്യസമയത്ത് ആരും പട്ടിണി കിടക്കരുതെന്നുദ്ദേശിച്ച് പക്ഷിമൃഗാദികൾക്ക് പോലും അന്നം നൽകും. ഉത്സവബലിക്ക് ദേശപ്പകർച്ചയാണ്. ദേശപ്പകർച്ചയ്ക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യവട്ടമാണ് നൽകുക. ഉത്സവബലി നടക്കുന്നതിനാൽ രാവിലെ 9 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. CCTV ന്യൂസ്, ഗുരുവായൂർ. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദർ മുടങ്ങാതെ 10ാം വർഷവും ഗുരുവായൂരിൽ പ്രസാദഊട്ട് കഴിക്കാനെത്തി. ക്ഷേത്രത്തിനകത്ത് നടന്നിരുന്ന പ്രസാദഊട്ട് 2014 മുതലാണ് പുറത്തേക്ക് മാറ്റിയത്. അന്നു മുതൽ KV അബ്ദുൾ ഖാദർ ഉത്സവക്കഞ്ഞി കുടിക്കാൻ എത്താറുണ്ട്. രാവിലെ പ്രസാദ ഊട്ടുപന്തലിൽ എത്തിയ അബ്ദുൾ ഖാദറിനെ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അസിസ്റ്റന്റ് മാനേജർ AV പ്രശാന്ത് എന്നിവർക്കൊപ്പം ഇരുന്നാണ് അബ്ദുൾ ഖാദർ കഞ്ഞി കുടിച്ചത്. ശശി തരൂർ MP ഉത്സവക്കഞ്ഞി കുടിക്കാനെത്തിയിരുന്നു. ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ ഭരണസമിതി യോഗം N രാജു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ എന്നിവരും ശശി തരൂരിനൊപ്പം ഉണ്ടായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞാണ് അദ്ദേഹം കഞ്ഞി കുടിക്കാനെത്തിയത്. ഉത്സവത്തിന്റെ 7ാം വിളക്ക് ദിനത്തിൽ നടന്ന പ്രസാദഊട്ടിൽ 25,000-ഓളം പേർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആളൂർ പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് അനൂപ് എന്നിവർ സംസാരിച്ചു. പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 25 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഉമ നെൽവിത്താണ് കൃഷിയിറക്കിയിരിക്കുന്നത്. തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ടെക്നിക്കൽ ഫെസ്റ്റ് വൈവിധ്യ 2024 ഫെബ്രുവരി 29, മാർച്ച് 1 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിപ്ലോമ, ബിടെക്, എംടെക് വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളോടെ വിദ്യാ പ്രോജക്ട് എക്സ്പോയായ ആവിഷ്കാർ, ഐഡിയത്തോൺ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവയുവ പ്രോജക്ട് എക്സ്പോ, എക്സ്പ്രൈമർ പേപ്പർ അവതരണം എന്നിവയും ടെക്നിക്കൽ ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണങ്ങളാണ്. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ റെസ്പാൺ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ദുരന്ത നിവാരണ സാങ്കേതിക വിദ്യകളും സുസ്ഥിരതയും പരിവേഷണം ചെയ്യുന്ന വാസ്തുത്വ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ഹൌലിംഗ് ടോർക്ക് തുടങ്ങിയവ ഫെസ്റ്റിൽ ഉൾപ്പെടുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം കാർ, ബൈക്ക് പ്രേമികൾക്ക് പുതിയ അനുഭവം പ്രദാനം ചെയ്യുന്ന അഗ്നിചക്രയിൽ വിന്റേജ് കാറുകളും സൂപ്പർ ബൈക്കുകളും പ്രദർശനത്തിനെത്തും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ എലക്സ്പെയർ, നിർമ്മിത ബുദ്ധി പരിവേഷണം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എമേഴ്സോ, സൈബർ സുരക്ഷയുടെ നിഗൂഢമായ വിജിലൻസ് നൂതനത്വം പ്രദർശിപ്പിക്കുന്ന MCAയുടെ അദ്വൈത എന്നിവ ഫെസ്റ്റിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്റർ കോളേജിയേറ്റ് പ്രോഗ്രാമായ ഡാൻസ് മത്സരങ്ങൾ നടക്കും. സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി വിദ്യാർത്ഥികളും ശാസ്ത്ര തൽപരരായവരും ഉൾപ്പെടെ 15,000-ലധികം പേർ പങ്കെടുക്കും. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കുന്ന വൈവിധ്യ 2024 എന്ന സാങ്കേതിക വിസ്മയം ഫെബ്രുവരി 29, മാർച്ച് 1 തീയതികളിൽ നടക്കും. നിർമ്മിത ബുദ്ധി പരിവേഷണം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എമേഴ്സോ, സൈബർ സുരക്ഷയുടെ നിഗൂഢത പ്രദർശിപ്പിക്കുന്ന MCAയുടെ അദ്വൈത എന്നിവ ഈ ഈവന്റിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. ശാസ്ത്ര തൽപരരായ ജനങ്ങളും ഉൾപ്പെടെ 15,000-ലധികം പേർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാക്കൽറ്റി കൺവീനർ KB സിജി, ജോയിന്റ് കൺവീനർ AR കിരൺ ബാബു, മീഡിയ കൺവീനർ MS സുരഭി, വിദ്യാർത്ഥികളായ NM വിഷ്ണു, ആൽബിനോ ഷാജു, K അനൂഷ, അജയ് ജെയിംസ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്നാകാം തീ പടർന്നത് എന്നാണ് നിഗമനം. ശക്തമായ കാറ്റിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കുന്നംകുളം കാണിയാമ്പാൽ പാടശേഖരത്തിൽ വേനൽക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചു.
കാണിയാമ്പാൽ പാടശേഖരത്തിലെ 2.5 ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായും ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് വേനൽക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തണ്ണിമത്തൻ, വെള്ളരി, ചീര, പടവലം, വെണ്ട എന്നീ വിളകളാണ് കൃഷി ചെയ്യുന്നത്. വേലൂർ കൃഷിഭവൻ പരിധിയിലുള്ള കർഷകനായ ദിലീപ് കുമാർ, കടങ്ങോട് കൃഷിഭവൻ പരിധിയിലുള്ള കർഷകനായ പത്മനാഭൻ എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കുന്നത്. തൈകൾ നടീൽ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. വരും വർഷങ്ങളിൽ ഇതുപോലെ മറ്റു പാടശേഖരങ്ങളും മാതൃകയായി കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കണമെന്ന് MLA AC മൊയ്തീൻ പറഞ്ഞു. കർഷകൻ M. ബാലാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുന്നംകുളം കൃഷി ഓഫീസർ S. ജയൻ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ഫാദർ പത്രോസ് G. പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ കാണിയാമ്പാൽ പാടശേഖര സമിതി ഭാരവാഹികളായ സോമൻ, മനോഹരൻ, പീറ്റർ, നഗരസഭാ കൌൺസിലർമാരായ BK സുനിൽകുമാർ, ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, വിനോദ്, വേലൂർ കടങ്ങോട് കൃഷിഭവൻ പരിധിയിലുള്ള ജനപ്രതിനിധികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. വേലൂർ കൃഷി ഓഫീസർ അഞ്ജന ജിനു നവീന കൃഷിരീതികളെക്കുറിച്ച് വിശദീകരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. വില വർധനവിനെതിരെ മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സപ്ലൈകോയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സംഘടനാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി, ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചുണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 4 വരെയുള്ള ദിവസങ്ങളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകളെ തുടർന്ന് ഉത്സവ കൊടിയേറ്റം നടന്നു. തുടർന്ന് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AV വല്ലഭൻ, സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, ട്രഷറർ P. രാമചന്ദ്രൻ, ദേവസ്വം ഓഫീസർ ഹരിശങ്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഉഷപൂജ, ശീവേലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ദീപാരാധന, തായമ്പക തുടങ്ങിയ ചടങ്ങുകളും കലാപരിപാടികളുടെ അവതരണവും അരങ്ങേറും. ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും വ്യത്യസ്ത മേളങ്ങളാണ് തായങ്കാവ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശീവേലിയുടെ പ്രത്യേകത. ഉത്സവ ദിനങ്ങളിൽ ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും വൈകുന്നേരം ലഘുഭക്ഷണ വിതരണവും ഉണ്ടാകും. ഉത്സവത്തിന്റെ ഭാഗമായി 7ാം വിളക്ക് ദിവസം ദേശവലത്തിന് പുറപ്പാട് വേട്ടവിളി, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് ചടങ്ങുകളും 8ാം വിളക്ക് ദിവസം ആറാട്ടിനോടനുബന്ധിച്ച് പള്ളിക്കുറുപ്പുണർത്തൽ, മുളയെടുക്കൽ, കാഴ്ചശീവേലി എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മേലേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പൂരം പുറപ്പാട് ആരംഭിക്കും. തുടർന്ന് 3 മണിക്ക് പഞ്ചവാദ്യം അരങ്ങേറും. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ പൂരങ്ങളും നാടൻ കലകളും കാളക്കളിയും കാവടിയാട്ടം, തെയ്യം എന്നിവയും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. 7:15 ആറാട്ടുകുളി ചടങ്ങുകൾക്കും 8 മണിക്ക് മേളത്തിനും ശേഷം 10:15 കൊടിയിറങ്ങും. CCTV ന്യൂസ് കേച്ചേരി. പഴഞ്ഞി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ബാങ്ക് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MP രമ്യ ഹരിദാസ് ബാങ്ക് മന്ദിരം ഉദ്ഘാടനം ചെയ്യും. കാട്ടുകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ മുഖ്യാതിഥിയാകും. ബാങ്ക് പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിക്കും. കുന്നംകുളം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിക്കും. NK ഹരിദാസൻ കർഷകാദരവും കാട്ടുകാമ്പൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ പ്രതിഭാധരവും നിർവഹിക്കും. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഡെപ്പോസിറ്റ് സ്വീകരിക്കും. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ, വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്, സെക്രട്ടറി സെലിൻ, ജെയ്സൺ ചീരൻ, സജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റം മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം ഭക്തിനിർഭരം. രാവിലെ നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, വാഗചാർത്ത്, അഭിഷേകം, മലർനിവേദ്യം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷാപൂജ, നവകം, ഉച്ചപൂജ, പഞ്ചഗവ്യ അഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെണ്ടമേളം, നാദസ്വരം, പഞ്ചവാദ്യം, തെയ്യം, ശിങ്കാരിമേളം, കാവടിയാട്ടം, തമ്പോലം, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ തുടങ്ങിയവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് 6 മണിക്ക് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ചെണ്ടമേളത്തിൽ അടാട്ടുകുട്ടൻ മേളപ്രമാണിയായി. ക്ഷേത്രം ഭാരവാഹികളായ PS സുനിൽ, PS വിനോദ്, ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി.
പെരുമുച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ആർട്ടിസ്റ്റ് നമ്പൂതിരി ചിത്രപ്രതിഭ പുരസ്കാരം പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ചിത്രകാരനുമായ ടി മുനേഷിന് സമ്മാനിച്ചു. സത്സംഗ് ചെയർമാൻ PJ സ്റ്റൈജു അധ്യക്ഷനായി. മുനേഷിന്റെ പൂർവ്വ വിദ്യാലയമായ തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ MP-യും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗവുമായ ചെങ്ങറ സുരേന്ദ്രൻ ചിത്രപ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. കലാകാരന്മാർ പ്രാദേശികമായി ആദരിക്കപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൊതുസമൂഹത്തിന്റെ അംഗീകാരമായി കണക്കാക്കണമെന്ന് ചെങ്ങറ സുരേന്ദ്രൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പേരിലുള്ള ചിത്രപ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു. 5000 രൂപയുടെ ക്യാഷ് അവാർഡ് തുള്ളൽ കഥാകാരൻ മണലൂർ ഗോപിനാഥ് സമ്മാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ മുനേഷിനെ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ജിതമോൾ P. പുല്ലേലിയും പ്രധാനാധ്യാപിക EV സതീദേവി ടീച്ചറും ചേർന്ന് പൊന്നാടയണിയിച്ചു. പത്രപ്രവർത്തകനായ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി പ്രശസ്തി പത്രം നൽകി. മുല്ലശ്ശേരി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, സ്കൂൾ മാനേജർ VB ഹീരലാൽ, സത്സംഗ് കൺവീനർ ജോമി ജോൺസൺ, കോർഡിനേറ്റർ PJ ബിജോയ് എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാവ് ടി മുനേഷ് മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ ലീഡർ പൂജാലക്ഷ്മി ഗസൽ ഗായകനായ പങ്കജുദാസിന്റെ ജീവിതരേഖ വായിച്ച് പ്രാർത്ഥനാഞ്ജലികൾ അർപ്പിച്ചാണ് ചടങ്ങ് ആരംഭിച്ചത്. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക EV സതീദേവി ടീച്ചറെ ചെങ്ങറ സുരേന്ദ്രൻ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നവതിയുടെ നിറവിലെത്തിയ കവിയും പ്രഭാഷകനും അധ്യാപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് ശിഷ്യ സുഹൃത്ത് സമിതി മാർച്ച് 4-ന് ആദരവ് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രുക്മിണി റീജൻസിയിൽ ഉച്ചതിരിഞ്ഞ് 4-ന് നടക്കുന്ന സമാദരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ മണ്ണ് മനസ്സ് മയിൽപീലി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടക്കും. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പുസ്തക പ്രകാശനം നിർവഹിക്കും. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ പുസ്തകം ഏറ്റുവാങ്ങും. രാജീവ് കണിയാശ്ശേരി, IP രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K. നായർ, K. നളിൻ ബാബു, KK മനോജ്, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ സ്പോർട്സ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. സെക്രട്ടറി നരേന്ദ്രനാഥ് പദ്ധതി വിശദീകരണം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മഹേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, AA കൃഷ്ണൻ, ശരത് രാമനുണ്ണി, രമ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 10 രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് 50,000 രൂപ വില വരുന്ന കായിക ഉപകരണങ്ങളടങ്ങുന്ന സ്പോർട്സ് കിറ്റുകളാണ് വിതരണം ചെയ്തത്. CCTV ന്യൂസ് കേച്ചേരി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2021-23 കാലയളവിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തൃപ്പറ്റ് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. 10,39,000 രൂപ 2 സാമ്പത്തിക വർഷങ്ങളിലായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അഷിത ഉദ്ഘാടനം ചെയ്തു. പുനർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായിരുന്നു. ചാവക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഡിവിഷൻ മെമ്പറുമായ ഗ്രീഷ്മ സനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, മെമ്പർമാരായ ശോഭ പ്രേമൻ, ഷംസുദ്ദീൻ, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ ബൈക്കും കാറുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. പാലക്കാട് പന്നിശ്ശേരി സ്വദേശി 72 വയസ്സുള്ള ബാലനാണ് പരിക്കേറ്റത്. വൈകിട്ട് 4:30 പെരുമ്പിലാവ് സിഗ്നലിൽ നിർത്തിയ ബൈക്കിനും കാറിനും പുറകിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പെരുമ്പിലാവിലെ സ്വകാര്യ കെട്ടിടത്തിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കുന്നംകുളം സ്റ്റേഷനിലെ അഗ്നിരക്ഷാ സേനാ സ്റ്റേഷൻ ഓഫീസർ V. വൈശാഖ്, ഉദ്യോഗസ്ഥൻ ഹരിക്കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രികന് കാലിനും തലയ്ക്കും നെഞ്ചിലും പരിക്കുണ്ട്. അപകടത്തിൽ 2 കാറുകൾക്കും ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മുണ്ടകൻ പാടശേഖരങ്ങളിൽ ഇത്തവണ കർഷകർക്ക് കണ്ണീർ കൊയ്ത്ത്.
നെല്ലിന് വിളവ് കുറഞ്ഞതിന് പിന്നാലെ വൈക്കോലിനെ വില ഇടിഞ്ഞതുമാണ് തിരിച്ചടിയായത്. മുൻവർഷങ്ങളിൽ വൈക്കോൽ കെട്ടിന് മികച്ച വില കിട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ പലയിടത്തും വൈക്കോൽ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. മുണ്ടകൻപാടത്ത് ഇത്തവണ കർഷകർക്ക് വിളവ് വൻതോതിൽ കുറഞ്ഞിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രാത്രിയിലെ കനത്ത മഞ്ഞും മൂലം പലയിടത്തും കർഷകർക്ക് പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ല. കൊയ്ത്തിനിടെ പാടശേഖരങ്ങളിൽ നെൽമണികൾ വ്യാപകമായി കൊഴിയുകയും ചെയ്തു. ഇങ്ങനെ കൊഴിഞ്ഞ നെൽമണികൾ ഇപ്പോൾ മുളച്ചു പൊന്തി തുടങ്ങി. മുൻവർഷങ്ങളിൽ വൈക്കോൽ കെട്ടിന് 165 മുതൽ 190 രൂപ വരെ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വില വൻതോതിൽ ഇടിഞ്ഞത് തിരിച്ചടിയായി. മുൻപ് കൊയ്ത്തുമെതി യന്ത്രത്തിന് കൂലി കൊടുക്കാനുള്ള തുക വൈക്കോൽ വിൽപ്പനയിലൂടെ ലഭിച്ചിരുന്നു. ഇത്തവണ അതും നഷ്ടപ്പെട്ടതായി കർഷകർ പറഞ്ഞു. കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കേച്ചേരി വേലൂർ റോഡ്, വേലൂർ ചുങ്കം, തയ്യൂർ കോട്ടപ്പുറം റോഡ്, പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി ആധുനിക നിലവാരത്തിൽ നവീകരിച്ചത്. വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം, വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിലെ കേച്ചേരി വേലൂർ റോഡ്, വേലൂർ ചുങ്കം, തയ്യൂർ കോട്ടപ്പുറം റോഡ്, പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ വിനിയോഗിച്ചാണ് ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കേച്ചേരി വേലൂർ റോഡ് നവീകരിച്ചത്. കുറാഞ്ചേരി ജംഗ്ഷൻ മുതൽ തലക്കോട്ടുകര അസീസി സ്കൂൾ വരെയാണ് 6 മീറ്റർ വീതിയിൽ BM&BC നിലവാരത്തിൽ നവീകരണം നടത്തിയത്. ഈ റോഡിൽ 2800 മീറ്റർ കാന നിർമ്മാണം, 10 പുതിയ കൾവേർട്ട് നിർമ്മാണം, പഴയ 2 കൾവേർട്ടിൻ്റെ നീളം കൂട്ടൽ, 1660 മീറ്റർ ഐറിഷ് ഡ്രെയിൻ നിർമ്മാണം, വെള്ളക്കെട്ടുള്ള 2 ഇടങ്ങളിലായി 70 മീറ്ററോളം നീളത്തിൽ ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ എന്നിവ നടത്തിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കുറാഞ്ചേരി വേലൂർ റോഡിനെയും ജില്ലാതല പാതയായ അത്താണി പുതുരുത്തി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം റോഡ്. 1.25 കോടി രൂപയാണ് റോഡിന്റെ നവീകരണത്തിന് വിനിയോഗിച്ചത്. BM&BC നിലവാരത്തിലാണ് റോഡ് പുതുക്കി നിർമ്മിച്ചത്. ജില്ലയിലെ പ്രധാന പാതയായ പാത്രമംഗലം റോഡിൽ പാഴിയോട്ടുമുറി മുതൽ തണ്ടിലം വരെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 5.88 കോടി രൂപയാണ് വിനിയോഗിച്ചത്. CCTV ന്യൂസ്, വേലൂർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയയുടെ 35ാമത് വാർഷിക സമ്മേളനം കുന്നംകുളത്ത് നടന്നു. ടൗൺ ഹാളിലെ മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം R മനോരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. KGOA ചാവക്കാട് ഏരിയ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിനി മാത്യൂസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. ഏരിയ സെക്രട്ടറി PS ജ്യോതിരാജ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ KA ഉല്ലാസ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV സനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയ്ക്ക് ശേഷം വനിതാ കമ്മിറ്റി രൂപീകരണവും പുതിയ പ്രതിനിധികളെ തെരഞ്ഞെടുക്കലും നടന്നു. അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്തായി പോർക്കുളം. തൃശൂർ ജില്ലയിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പഞ്ചായത്താണ് പോർക്കുളം. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ സംസ്ഥാനത്ത് ഈ പദവി നേടിയെടുത്ത പോർക്കുളം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ ആദരിച്ചു. സൂക്ഷ്മമായ പരിശോധനയിലൂടെ ഗ്രാമസഭകളിൽ നിന്നും വന്ന അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടവരെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഭരണസമിതി നടത്തിയ ക്രിയാത്മക ഇടപെടലുകളാണ് ദാരിദ്ര്യവിമുക്ത തദ്ദേശ സ്ഥാപനം എന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. അതിദാരിദ്ര്യ പട്ടികയിൽ അവസാനം ശേഷിച്ച ഒരാൾക്ക് ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, തൊഴിലുറപ്പ് കാർഡ് എന്നിവ ലഭ്യമാക്കി അയാളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന അതിദാരിദ്ര്യ ക്ലേശഘടകങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തതുവഴിയാണ് അഭിമാന നേട്ടം സ്വന്തമാക്കാനായത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പോർക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വൈസ് പ്രസിഡന്റ് ജിഷ ശശിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആന്റണിയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PJ ജ്യോതിസ്, PC കുഞ്ഞൻ, അഖില മുകേഷ്, വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, KA ജ്യോതിഷ്, രേഖ ജയരാമൻ, നിമിഷ വിഗീഷ്, ബിജു കോലാടി, KC നിഖിൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
മറ്റം മാർക്കറ്റ് റോഡിലെ യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷികാഘോഷവും കുടുംബ സംഗമവും നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം സൊസൈറ്റി നിയുക്ത പ്രസിഡന്റ് CV അരുൺ ഉദ്ഘാടനം ചെയ്തു. CO ലൂയിസ് അധ്യക്ഷനായി. KF ഡേവിസ്, ലൂസി ലൂയിസ്, ബിനോയ് കാക്കുശ്ശേരി, PT ആന്റോ, CG ആന്റോ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി CV അരുൺ പ്രസിഡന്റ്, TA പ്രിൻസൺ വൈസ് പ്രസിഡന്റ്, CG ആന്റോ സെക്രട്ടറി, ആൽവിൻ പീറ്റർ ജോയിന്റ് സെക്രട്ടറി, PT ആന്റോ ട്രഷറർ, CO ലൂയിസ് ഓർഗനൈസർ എന്നിവരെ തെരഞ്ഞെടുത്തു. കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ പടയണിയുടെ ഉദ്ഘാടനം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ നിർവഹിച്ചു. യോഗത്തിൽ KSKTU മേഖലാ പ്രസിഡന്റ് ജയകുമാർ പുളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MS വിനോദ്, CITU ഏരിയ സെക്രട്ടറി MN മുരളീധരൻ, KB ജയൻ, പത്മ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് മേഖലാ സെക്രട്ടറി സുരേഷ് സ്വാഗതവും ട്രഷറർ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. സപ്ലൈകോയിൽ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ അധ്യക്ഷതയിൽ DCC സെക്രട്ടറി TK ശിവശങ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് നേതാവ് K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. സലാം വലിയകത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ സൈബുന്നിസ ഷറഫുദ്ദീൻ, ജോളി തോമസ്, മുൻ മെമ്പർ ജയന്തി ചന്ദ്രൻ, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് കിസാഫ് കരിക്കാട്, ജസീർ ചിറമനേങ്ങാട്, INTUC യൂണിയൻ ലീഡർ മോഹനൻ, സുനിൽ ചിറമനേങ്ങാട്, റഹീം ആദൂർ, MP സിജോ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി കത്തീഡ്രൽ വടക്കേ പടിപ്പുരയുടെ കട്ടിളവയ്പ് ബുധനാഴ്ച രാവിലെ 9-ന് നടക്കും. ഇടവക അംഗമായ PC സൈമണാണ് തന്റെ മാതാപിതാക്കളായ കുഞ്ഞാറം ചുമാർ, PM ചുമാർ, സഹധർമ്മിണി എലിസ സൈമൺ എന്നിവരുടെ സ്മരണയ്ക്കായി വടക്കേ പടിപ്പുര നിർമ്മിച്ച് നൽകുന്നത്. ദേവാലയത്തിൽ പുണ്യശ്രേഷ്ഠരായ മെത്രാപ്പൊലിത്തമാർ വരുമ്പോൾ താമസിച്ചു വരുന്നതും ഒരു കാലഘട്ടത്തിൽ സഭയുടെ ഭരണസിരാകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതുമായ വടക്കേ പടിപ്പുര കെട്ടിടമാണ് പുനരുദ്ധരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ 32ാം വാർഷിക സമ്മേളനം നടന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ബദാനിയ പകൽ വീട്ടിൽ നടന്ന സമ്മേളനം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി U സലീൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് സംഘടനാ റിപ്പോർട്ടും, ബ്ലോക്ക് സെക്രട്ടറി CG ജോബ് രാജ പ്രവർത്തന റിപ്പോർട്ടും, ബ്ലോക്ക് ട്രഷറർ PP ത്രേസ്യ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും മറുപടിയും ഉണ്ടായി. ശേഷം പുതിയ ഭാരവാഹികളായി പഴയ കമ്മിറ്റിയെ തന്നെ സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KG പാറുക്കുട്ടി, KD ശ്രീനിവാസൻ, കുന്നംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജോളി C ഐപ്പ്, സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി മേരി ഉതുപ്പ്, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി K ബെന്നി ജോബ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CD അന്നമ്മ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P സുലോചന നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. വെള്ളാറ്റഞ്ഞൂർ ഗ്രാമീണ വായനശാല പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ചർച്ചയിൽ എഡ്ഡി ചാക്കുവിന്റെ നാസി ക്യാമ്പിനെ അതിജീവിച്ച മനുഷ്യന്റെ മനോഹര ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമായ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടത്തിയത്. എടക്കളത്തൂർ UP സ്കൂൾ അധ്യാപകനായ രഘുനാഥൻ സാവത്രിയാണ് പുസ്തകം പരിചയപ്പെടുത്തിയത്. വായനശാല പ്രസിഡന്റ് AN സോമനാഥൻ അധ്യക്ഷനായി. വേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, വായനശാല നേതൃസമിതി പ്രസിഡന്റ് PR മോഹനൻ, സെക്രട്ടറി K മഞ്ജുനാഥൻ, KB വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PN അനിൽ, NP സുനിൽകുമാർ, EM വിനീത, വിജിത ടീച്ചർ, ശൈലജ ദിവാകരൻ, KH രാജേഷ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. ഗുരുവായൂർ MLA NK അക്ബർ മുഖ്യാതിഥിയാകും. BMBC നിലവാരത്തിലുള്ള വെട്ടിക്കടവ് ഫസ്റ്റ്, സെക്കൻഡ് റീച്ചുകൾ, ചാവക്കാട് വടക്കാഞ്ചേരി റോഡിലെ ചാട്ടുകുളം മുതൽ ചൊവ്വന്നൂർ വരെയുള്ള 3 റീച്ചുകൾ, ചെറുവത്താണി റോഡ്, അഞ്ഞൂർ റോഡ് എന്നിവയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, കൌൺസിലർമാരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, PK ഷബീർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VB സ്മിത എന്നിവർ പങ്കെടുത്തു. ക്ലീൻ പുന്നയൂർ പദ്ധതിയുടെ ഭാഗമായി ഉറവിട മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്തിൽ ഓർഗാനിക് ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണം ചെയ്തു.
12,09,040 രൂപ ചിലവിൽ 508 ജൈവ കമ്പോസ്റ്റ് ബിന്നാണ് വിതരണം ചെയ്തത്. ഇതിന്റെ മുന്നോടിയായി അകലാട് അൽസാക്കി ഓഡിറ്റോറിയത്തിൽ ബയോ കമ്പോസ്റ്റ് ബിൻ ഉപയോഗക്രമത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള ബയോബിൻ, ഒരു ചാക്ക് ഇന്നോകുലം എന്നിവയോടുകൂടി സൗജന്യമായാണ് നൽകിയത്. നടത്തിപ്പിനായി അതാത് വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മേൽനോട്ടം വഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, മറ്റ് മെമ്പർമാരും നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷവും ഇടവക ദിനാഘോഷവും വിജയിപ്പിക്കുന്നതിനായി 151 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി ചെയർമാനും MK കുര്യാക്കോസ് ജനറൽ കൺവീനറും 15 അംഗ സബ് കമ്മിറ്റി കൺവീനറുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ഏപ്രിൽ 12, 13, 14 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കുന്നംകുളം UPF 42ാമത് വാർഷിക കൺവെൻഷനും ഗാനസന്ധ്യയും സമാപിച്ചു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെല്ലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺഹാളിൽ നടന്ന കൺവെൻഷനും സംഗീത സന്ധ്യയും IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് ബ്രദർ വിൻസെന്റ് ചാർലി മുഖ്യ സന്ദേശം നൽകി. UPF ജനറൽ പ്രസിഡന്റ് ഡോക്ടർ സാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്രദർ അഗസ്റ്റിൻ K. മാത്യു രാജപുരം ഗാനാവതരണം നടത്തി. ഇവാഞ്ചലേസ് ജെയ്സൺ ജോബിന്റെ നേതൃത്വത്തിലുള്ള ഫേവറേറ്റ് തൃശൂർ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ചർച്ച് ഓഫ് ഗോഡ് ഗുരുവായൂർ സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ MG ഇമ്മാനുവൽ, IPC ചിറ്റൂർ സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ രാജൻ K. ഈശായി, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ വർക്കി, ചെയർമാൻ പാസ്റ്റർ PV ജോൺസൺ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി പാസ്റ്റർ അനിൽ തിമോത്തി സ്വാഗതവും സെക്രട്ടറി പാസ്റ്റർ ജോണി PJ നന്ദിയും പറഞ്ഞു. ശ്രീയേശുനാമം, അത്ഭുതമേശുവിൻ നാമം, അല്പകാലം മാത്രം എന്നീ അനശ്വര ഗാനങ്ങളുടെ രചയിതാവായ പഴഞ്ഞി സ്വദേശിയായ പാസ്റ്റർ KV ജോസഫ് എന്ന ഇട്ടിയര ഉപദേശിയുടെ ഗാനങ്ങളുടെ അവതരണവും ഹൃദ്യമായി. CCTV ന്യൂസ് കുന്നംകുളം. പെരുമ്പടപ്പ് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാരാമം നിർമ്മിച്ച് പൊതുജനത്തിനായി തുറന്നുകൊടുത്തു. പാതയോരങ്ങൾ സുന്ദരമാക്കുന്നതിന് മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും പെരുമ്പടപ്പ് പഞ്ചായത്തും മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും കൂടി സഹകരിച്ചാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. സ്കൂൾ പ്രധാന കവാടത്തിന് അരികിലായാണ് മനോഹരമായ സ്നേഹാരാമം NSS വിദ്യാർത്ഥികൾ നിർമ്മിച്ചത്. പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജിത, വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ KS സന്ധ്യ, പ്രധാനാധ്യാപിക KP മില്ലി, വാർഡംഗം TP അജീഷ, പഞ്ചായത്ത് അംഗങ്ങൾ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ M അൻവർ റഷീദ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് ജനകീയ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് 7-ന് ഞാറ്റുവേല കലാവിരുന്ന് നടക്കും. നാടൻ പാട്ടുകളും അവയുടെ ദൃശ്യാവിഷ്കാരങ്ങളുമാണ് ഞാറ്റുവേലയിൽ ഒരുക്കിയിട്ടുള്ളത്. കരിക്കാട് ഉണർവ് നാടൻ കലാസമിതിയുടെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല എന്ന പേരിൽ ക്ഷേത്ര മൈതാനത്ത് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ജനകീയ പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കടവാരത്ത്, സെക്രട്ടറി സജീഷ് കളത്തിൽ, വൈസ് പ്രസിഡന്റ് ജയൻ, കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. പെരുമ്പിലാവ് മണിയറക്കോട് മുനവരിയ ഇംഗ്ലീഷ് സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്കും കൊരട്ടിക്കര അക്ഷയ സെന്ററിൽ മാധ്യമം വായനാ പദ്ധതിക്കും തുടക്കമായി. മുനവരിയ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രീൻ ചാനൽ ഉടമയും പെരുമ്പിലാവ് സ്വദേശിയുമായ മേലേതിൽ കുഞ്ഞുമൊയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഇജാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KK അബ്ദുൾ റസാഖ്, മുഹമ്മദ് കുട്ടി വൈദ്യർ എന്നിവർ പങ്കെടുത്തു. അക്ഷയ സെന്ററിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകയും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ആസിയ അനീസ്, അക്ഷയ ജീവനക്കാരി PS ഷെഹലയ്ക്ക് പത്രം കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഹസീന സലീം, മൈമുന കുഞ്ഞിബാപ്പു, മാധ്യമം ഏരിയ കോർഡിനേറ്റർ MA കമറുദ്ദീൻ, CDO അബ്ദുൾ റസാഖ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5735 രൂപ, പവന് 45,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 76 രൂപ. ചരമം തോളൂർ കരുവാൻപടി പുത്തൂര് ഔസേപ്പ് മകൻ ചിന്നൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം പറപ്പൂർ സെന്റ് ജോൺസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പുനേർകുളം ശാന്തി ഹോസ്പിറ്റലിന് കിഴക്ക് ഭാഗം ആന്തൂരയിൽ അബൂബക്കർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. പരേതയായ ഫാത്തിമ ഭാര്യയാണ്. താഹിര, മുസ്തഫ, നസീറ, പരേതനായ ഷബീർ എന്നിവർ മക്കളാണ്. വേലൂർ കൊള്ളന്നൂർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ഭാര്യ റോസി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് പഴയങ്ങാടി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. സിന്ധു, ബിന്ദു, ബിജോയ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ മത്സരിക്കും. BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് CPM ശ്രമിക്കുന്നതെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ MP. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര 7ാം ദിവസ പര്യടനം ഗുരുവായൂരിൽ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ പതിവാകുമ്പോഴും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിർബാധം തുടരുന്നു. തൃശൂർ കുന്നംകുളം റൂട്ടിലാണ് മനുഷ്യജീവന് ഭീഷണി ഉയർത്തിയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിത്യസംഭവമാകുന്നത്. CCTV സ്പെഷ്യൽ സ്റ്റോറി. ചൂണ്ടൽ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായി നിഗമനം. മരിച്ചത് പുളിക്കൽ അങ്കണവാടിക്ക് സമീപം താമസിക്കുന്ന അരുവായി വീട്ടിൽ ശങ്കരന്റെ മകൻ മോഹനൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.